ഇടുക്കി അടിമാലി ടൗണിൽ ദേശീയപാതയിലെ കാലപ്പഴക്കം ചെന്ന ഡിവൈഡറുകൾ മാറ്റിസ്ഥാപിച്ചു തുടങ്ങി. പഴയ ഡിവൈഡറുകൾ അപകട സാധ്യത ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. അടിമാലി ടൗണിൽ ദേശീയപാത 85 കടന്നുപോകുന്ന സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും ദേശീയപാത 185 കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡ് കടന്നുപോകുന്ന ഭാഗത്തുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പു ഡിവൈഡറുകൾ സ്ഥാപിക്കപ്പെട്ടത്. സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് ഗതാഗതം സുഗമമായി നടക്കുന്നതിനും വാഹനങ്ങൾ നിരതെറ്റിച്ച് പോകാതിരിക്കുന്നതിനുമൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നത്. തിരക്കുള്ള ഭാഗമായതിനാൽ കാൽനടയാത്രികർ തോന്നുംപടി റോഡ് മുറിച്ച് കിടക്കുന്നത് തടയുന്നതിനും ഡിവൈഡറുകൾ സഹായിച്ചിരുന്നു. കല്ലാർകുട്ടി റോഡിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ നിർമ്മിച്ച് അതിനു മുകളിലായിരുന്നു ഇരുമ്പ് ഡിവൈഡറുകൾ ഉറപ്പിച്ചിരുന്നത്. എന്നാൽ വർഷമേറെ പിന്നിട്ടതോടെ ഈ ഡിവൈഡറുകൾ തുരുമ്പെടുത്തും ദ്രവിച്ചും നശിച്ചു. ചിലത് കാലപ്പഴക്കത്താൽ നിലം പതിച്ചു, മറ്റു ചിലത് റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന നിലയിലുമായി. ഇതോടെ അപകടാവസ്ഥ ഉയർത്തുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നു. നടപടി ഉണ്ടാകാതെ വന്നതോടെ പ്രതിഷേധമുയർന്നു തുടങ്ങിയിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ അപകടാവസ്ഥ ഉയർത്തിയിരുന്ന പഴയ ഡിവൈഡറുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പഴയത് നീക്കം ചെയ്യുന്നതിനൊപ്പം പുതിയ ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇതിനായുള്ള ജോലികൾ ആരംഭിച്ചു. വൈകാതെ കാലപ്പഴക്കം ചെന്ന ഇരുമ്പ് ഡിവൈഡറുകൾ ഉയർത്തിയിരുന്ന അപകടാവസ്ഥ ടൗണിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.